Hi friends, welcome to Cybertech channel. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വിൻഡോസ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ വിൻഡോസ് PC-യിൽ ഒരു ആപ്ലിക്കേഷനോ ഒരു VPN സോഫ്റ്റ്വെയർ ഇല്ലാതെ നമുക്ക് എങ്ങനെ VPN സെറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒരു VPN-ന്റെ സോഫ്റ്റ്വെയറോ സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഏതൊരു ലൊക്കേഷനിൻ്റെ VPN വേണമെങ്കിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വിൻഡോസ് ലാപ്ടോപ്പ് PC, അതിപ്പോൾ ഏത് വിൻഡോസ് OS ആയിക്കോട്ടെ, വിൻഡോസ് 10 ആണെങ്കിലും 8 ആണെങ്കിലും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 11-ലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സെർച്ച് ബട്ടൺ എടുക്കണം. ഇവിടെ സെർച്ച് ബട്ടണിൽ VPN എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തു. നിങ്ങളുടെ വിൻഡോസിലും ചെന്ന് ജസ്റ്റ് VPN സെർച്ച് ചെയ്യുമ്പോൾ VPN സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് സെറ്റിംഗ്സിൻ്റെ അണ്ടറിൽ VPN എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ്, നമ്മുടെ വൈഫൈയുടെ ഒക്കെ ഓപ്ഷൻ എടുക്കുന്ന നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ള ഈ ഒരു സെറ്റിംഗ്സിൻ്റെ അണ്ടറിൽ നമുക്ക് VPN സെറ്റിംഗ്സ് കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആദ്യം തന്നെ VPN കണക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ആഡ് VPN എന്ന് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ ഈ പോപ്പപ്പ് വരും. അതിനുശേഷം നമുക്ക് VPN ഗേറ്റ് എന്നൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം. VPNgate.net എന്ന വെബ്സൈറ്റിൽ പോവുക. ഈ വെബ്സൈറ്റ് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ നിങ്ങളുടെ ഇപ്പോഴത്തെ IP എന്താണെന്നുള്ളതും അത് തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനാണ് ഫ്രീ ആക്സസ് ടു വേൾഡ് നോളജ് ബിയോണ്ട് ഗവൺമെന്റ് ഫയർവാൾ എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അൺലിമിറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം നിങ്ങൾക്ക് ഒത്തിരി അധികം പല കൺട്രികളുടെയും VPN സെർവേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് കമ്മ്യൂണിറ്റി സൈറ്റ് പോലാണിത്, പല യൂസേഴ്സും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഒരു VPN ആണ്. അപ്പോൾ ഇതൊരു VPN സെർവറാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. എത്ര പേര് സെഷൻ കണക്ട് ആയിട്ടുണ്ട്, എത്ര ദിവസം ഇത് ആക്റ്റീവാണ്, സെഷൻസ് ആക്റ്റീവാണ്, ഇപ്പം ടോട്ടൽ യൂസേഴ്സ് എത്ര പേര് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ സ്പീഡ്, ഇതിൻ്റെ ലേറ്റൻസി, പിങ്, അതുപോലെ എത്ര GB ഡാറ്റ ആക്സസ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ എല്ലാ ഡേറ്റയും ഏത് എൻക്രിപ്ഷനാണ് യൂസ് ചെയ്തേക്കുന്നത്, DNS ഹോസ്റ്റ് നെയിം, അങ്ങനെയുള്ള ഏത് രാജ്യമാണ്, പിന്നെ അതിൻ്റെ സ്കോർ ഉണ്ട്, VPN സ്കോർ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ ഡേറ്റ ഓരോ VPN ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള VPN, നമുക്ക് ഏത് കൺട്രിയുടെ VPN ആണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ US VPNs കിട്ടും നമുക്ക്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് അതുപോലുള്ള ഷോസ് കാണണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ US ലൈബ്രറി ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ US VPN ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ടോറൻറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനോണിമസ് ആയിട്ട് എന്ത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും നമുക്ക് VPNs യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ്റെയും ആവശ്യമില്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്കിപ്പോൾ അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആഡ് VPN എടുക്കുക. നമുക്ക് ഇനി ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് VPN ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ജപ്പാനാണോ, കൊറിയ ആണോ, അതോ US ആണോ, UAE ആണോ, അപ്പോൾ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ജപ്പാൻ്റെ ഈ ഒരു സെർവർ, ഇതാണ് സെർവർ നെയിം. ഈ സെർവർ നെയിമാണ് നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത്. ഇവിടെ എടുക്കുക, വിൻഡോസ് ബിൽറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക, ഫ്രീ VPN, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങളുടെ VPN കണക്ഷൻ നെയിമിന് കൊടുക്കാം. നമ്മളിപ്പോൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത VPN അഡ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, കണ്ടില്ലേ, കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക് മാറ്റിയിട്ട് SSTP സെക്യൂർ സോക്കറ്റ് ടണലിംഗ് പ്രോട്ടോകോൾ സെലക്ട് ചെയ്യുക. യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ക്യാപിറ്റൽ VPN. ഈ പാസ്വേഡ് ഇപ്പോൾ എവിടെ നിന്ന് കിട്ടിയ നിങ്ങൾക്ക് സംശയം കാണും. അപ്പോൾ ഈ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്, കണ്ടില്ലേ, ഈ കൊടുത്തേക്കുന്നതാണ് ആ പാസ്വേഡ്. ഇവിടെ തന്നെ ഉണ്ട്. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് VPN യൂസർ നെയിം പാസ്വേഡ് കാണാൻ പറ്റും. ഓക്കെ, സൈറ്റിന് ഏറ്റവും മുകളിൽ നിങ്ങൾ കാണും ദിസ് VPN പാസ്വേഡ് ആൻഡ് യൂസർ നെയിം ഉള്ളത് ഇവിടെ കാണാൻ പറ്റും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു നോക്കാം. ആഡായി. ഇപ്പം നമ്മൾ സക്സസ്ഫുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോട്ട് കണക്റ്റഡ് ആണ്, നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടേ, സക്സസ്ഫുള്ളി കണക്റ്റഡ് ആയി. നമ്മളിപ്പോൾ ജപ്പാൻ സെർവറിനോട് കണക്ട് ആയിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം നമ്മൾ ഈ വെബ്സൈറ്റ് എടുത്തപ്പോൾ നമ്മുടെ സൈറ്റ്, നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത് ഇന്ത്യൻ അഡ്രസ് ആണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺട്രി ഈസ് ഓൾസോ ഇന്ത്യ എന്നുള്ള രീതിയിലാണ് കാണിച്ചേക്കുന്നത്. ലെറ്റ്സ് ചേഞ്ച് IP അഡ്രസ് എന്നുള്ള സൈറ്റിൽ തന്നെ നമ്മൾ എടുത്തു, ചേഞ്ച് ചെയ്തു. നമ്മളിനി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ കണക്ട് ചെയ്ത ജപ്പാൻ VPN സക്സസ്ഫുള്ളി കണക്ട് ആയോ, എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുള്ളത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ VPN സക്സസ്ഫുള്ളി കണക്ട് ആയിട്ടുണ്ട്. നമ്മുടെ IP അഡ്രസ്സ് മാറിയിട്ടുണ്ട്. അതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഗൂഗിൾ എടുത്ത് നോക്കാം. ജസ്റ്റ് ന്യൂസ് നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് ന്യൂസ് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ കണ്ടോ, എനിക്ക് ആദ്യം ലിസ്റ്റ് ചെയ്യുന്നത് ജപ്പാനിലെ ന്യൂസുകളും കാര്യങ്ങളൊക്കെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ സിസ്റ്റം ഇപ്പം VPN ടണലിങ്ങിലാണ്.
VPN-ലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഫുൾ സിസ്റ്റം ഈ ഒരു നെറ്റ്വർക്ക് പോകുന്നത് VPN ട്രാഫിക്കിലൂടെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ എന്തെടുത്താലും നമ്മുടെ ഡേറ്റ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, എല്ലാം ജപ്പാൻ ഭാഷയും കാര്യങ്ങളൊക്കെയാണ് ഭാഷയൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി VPN-ൽ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഈസിയസ്റ്റ് മെത്തേഡാണ്. നിങ്ങൾക്ക് ₹1 ചിലവില്ല. നിങ്ങൾക്കത് ഈസി ആയിട്ടൊരു VPN വീട്ടിൽ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ടോറന്റിങ് ആണെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അനോണിമസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു VPN യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.